ഹലോ, ഞാൻ ഇന്ന് ഇവിടെ ഒരു ക്ഷീരയാണ് ഉണ്ടാക്കുന്നത്. റവ കൊണ്ടുണ്ടാക്കുന്ന ക്ഷീര. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ പിള്ളേർക്ക് ലഞ്ച് ബോക്സിലോ ഒക്കെ കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ്, മധുര സാധനമാണ്. അതിന് വേണ്ടത് 1 കപ്പ് റവ. ഇത് വറുത്ത റവയാണ്, പക്ഷെ ഒന്നും കൂടെ നമ്മൾ ഫ്രൈ ചെയ്യും. പിന്നെ 1 കപ്പ് പഞ്ചസാര. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം, അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. പിന്നെ 1 ടേബിൾ സ്പൂണ് ഇങ്ങനെ ബ്രോക്കൺ കാഷ്യൂ നട്ട്സും ഉണ്ട്. 1 ടേബിൾ സ്പൂൺ കിസ്മിസും ഉണ്ട്. ഇനി നമ്മൾ ഈ 1 കപ്പ് റവ ആയതുകൊണ്ട് അതിന് 2 കപ്പ് വെള്ളം ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇനി നമുക്ക് കാണാം. ആദ്യമായിട്ടൊരു പാന് അടുപ്പിൽ വെച്ച് ഞാൻ തീ കത്തിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ട് 2 സ്പൂൺ നെയ്യ് ഉപയോഗിക്കാൻ വേണ്ടി ഓയിൽ എടുത്താലും മതി, പക്ഷേ ടേസ്റ്റ് എപ്പോഴും നെയ്ക്കായിരിക്കും. 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നെയ്യൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് കശുവണ്ടി ഇടാം ആദ്യം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ കിസ്മിസും കൂടെ ഇടാം. എല്ലാം കുറേശ്ശെ മതിയേ. കിസ്മിസ് ഒന്ന് ബൾജ് ചെയ്ത് വരും. ഈ സമയം നമുക്ക് ഇതിലോട്ട് നമ്മുടെ റവയും കൂടി ഇടാം. റവയും കൂടെ ഇട്ട് നല്ലപോലെ മൂപ്പിച്ച്. റവ ഒന്നാമത് നമ്മൾ ഫ്രൈ ചെയ്ത റവയാണ്, അപ്പം കുറച്ചൊന്ന് മൂത്താം. നമ്മുടെ റവ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഈ വെള്ളം, അതായത് 1 കപ്പിന് 2 കപ്പ് വെള്ളം തിളയ്ക്കാൻ വെച്ചിരുന്നു. ആ വെള്ളം ഇതിലോട്ട് നമുക്ക് ഒഴിക്കാം. പഞ്ചസാര ഇടുമ്പോൾ ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിരിക്കുക കേട്ടോ. നമുക്കൊരു സ്വല്പം ഒരു പൊടി ഉപ്പും കൂടി ഇടും, ഒരു ടേസ്റ്റിന് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ടില്ല. ഇനി നമുക്കിതൊന്ന് ഇളക്കി ഇതൊന്ന് പറ്റിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. നമ്മുടെ വെള്ളമൊക്കെ വറ്റി ഇത് നല്ലപോലെ വെന്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിനൊരു നമുക്ക് വേണ്ട പോലെ ചെറിയ പാത്രങ്ങളിലെടുത്ത് പിന്നെ സ്പൂണും ഇട്ട് നമുക്ക് കഴിക്കാം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ചെടുത്ത് ഒരു ടിഫിൻ ബോക്സ് വെച്ച് 1 സ്പൂണും അവർക്ക് കൊടുക്കുക. ഇത് വേഗത്തിലുണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേറെ ഇതൊന്നും ഇല്ലെങ്കിലും ഈ മധുരം ഇഷ്ടമുള്ള പിള്ളേരുണ്ട്. അപ്പോൾ ഇത് ഇച്ചിരി പിള്ളേർക്കാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ നെയ്യ് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക, ലൈക്ക് അടിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളൊന്നും തരുന്നേ ഇല്ല ഇവിടെ. പിന്നെ ഷെയറും ചെയ്യുക. ശരി.